കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂർ മാടായിക്കാവിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും ദർശനം നടത്തി. ഇ.കെ. നായനാരുടെ വീട്ടിലും സന്ദർശനം നടത്തുകയാണ്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ഒപ്പം ചേരുന്നു. സോണൽ, ഇന്ന് ഒരു പകൽ മുതൽ ഇങ്ങോട്ട് വടക്കൻ കേരളം നിറഞ്ഞു കേൾക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരാണ്. ഇപ്പോൾ അദ്ദേഹം ഇ.കെ. നായനാരുടെ വീട്ടിലാണോ? ഇ.കെ. നായനാരുടെ വീട്ടിലെത്തി അദ്ദേഹം ശാരദ ടീച്ചറെ കണ്ടിട്ടുണ്ട്. ശാരദ ടീച്ചർ അദ്ദേഹത്തിന് മധുരം നൽകി സ്വീകരിച്ചു. കൂടാതെ തന്നെ ടീച്ചർ എഴുതിയ ഒരു പുസ്തകം കൂടി സുരേഷ് ഗോപിക്ക് കൈമാറിയിട്ടുണ്ട്. ഒരു സൗഹൃദ സംഭാഷണം തന്നെയാണ് അകത്തിപ്പോൾ നടക്കുന്നത്. ഇതിനു മുമ്പും ടീച്ചറുടെ വീട്ടിൽ, ഇവിടെ നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപി പലതവണ എത്തിയിട്ടുണ്ട്. കണ്ണൂരിലെത്തുമ്പോൾ അമ്മയെ തനിക്ക് ഭക്ഷണം വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയാറ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ടീച്ചർ, ശാരദ ടീച്ചർ ജനം ടിവിയോട് അല്പം സമയം മുമ്പ് പ്രതികരിച്ച സമയത്തും അത് കൂട്ടിച്ചേർത്തതാണ്. കണ്ണൂർ എത്തുമ്പോൾ സുരേഷ് ഗോപി ടീച്ചറെ വിളിക്കും, ഇവിടെ എത്തും, വീട്ടിലെത്തി ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൂടാതെ ഇതിലൊന്നും തന്നെ രാഷ്ട്രീയം കാണരുത് എന്നുള്ളതാണ് ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. കാരണം സുരേഷ് ഗോപി എന്റെ സഖാവിനെ പോലെ തന്നെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് പാവങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും ടീച്ചർ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോഴും പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന തന്റെ സഖാവിനെ പോലെ തന്നെയാണ് സുരേഷ് ഗോപിയും എന്നുള്ളതാണ് ടീച്ചർ പ്രധാനമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പലതവണ കണ്ണൂർ എത്തിയപ്പോഴൊക്കെ ടീച്ചറെ കാണാൻ ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇന്നത്തെയും ഉച്ചഭക്ഷണം ടീച്ചറുടെ അടുത്ത് നിന്നാണ് എന്നുള്ളതാണ് ടീച്ചർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഉച്ച സമയത്ത് എത്തുമ്പോൾ സുരേഷ് ഗോപി ഭക്ഷണം കഴിച്ച് തന്നെയായിരിക്കും ഇവിടെ നിന്ന് തിരിക്കുക എന്നുള്ളതാണ് ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സൗഹൃദപരമായിട്ടുള്ള ഒരു സംഭാഷണം, അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രീതിയിൽ ഇവിടെ നായനാരുടെ വീട്ടിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്പസമയം മുമ്പ് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ടീച്ചർ ചേർത്ത് പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് മധുരം നൽകുന്ന കാഴ്ച, അത് വളരെ മനോഹരമായിട്ട്, വളരെ സ്നേഹസമ്പത്തോടു കൂടി മലയാള സമൂഹം ഒന്നാകെ നോക്കിക്കണ്ട ഒരു നിമിഷം ആ ടീച്ചർ എഴുതി ചേർത്ത ഒരു പുസ്തകം കൂടി സുരേഷ് ഗോപിക്ക് കൈമാറിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നിലവിൽ കേന്ദ്രമന്ത്രിയായി കേരളത്തിലെത്തി ആദ്യ സന്ദർശന പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു ഒന്ന് കൂടിയാണ് നായനാരുടെ വീട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അത്രയും ബന്ധം പുലർത്തുന്നുണ്ട് ഈ വീടുമായിട്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി, അത് സുരേഷ് ഗോപി പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് കൃഷ്ണരാജ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് കണ്ണൂരേക്ക് പോയി അവിടെ മാടായിക്കാവിലും പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിലും ദർശനം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഇ.കെ. നായനാരുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയത്. രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന പ്രതികരണം വരുന്നു. ഇ.കെ. നായനാരുടെ സഹധർമ്മിണിയുടെ പ്രതികരണമായി വരുന്നു. സോണൽ കൃഷ്ണയിലേക്ക് വീണ്ടും. സോണൽ, ഈ കണ്ണൂർ വന്നാൽ ഭക്ഷണം കഴിക്കാൻ പതിവായി വരാറുണ്ടെന്ന് സുരേഷ് ഗോപി പറയുന്നു, ടീച്ചറും പറയുന്നു. പക്ഷേ ഈ വരവ് കേന്ദ്രമന്ത്രിയായിട്ടാണ്. അതുകൊണ്ടാകുമല്ലേ ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന് ടീച്ചർക്ക് എടുത്തു പറയേണ്ടി വരുന്നത്? അതെ, തീർച്ചയായിട്ടും. മാധ്യമപ്രവർത്തകരൊക്കെ ആ ചോദ്യം ചോദിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയെ, ഇവിടെ എത്തിയതിനെ അത് രാഷ്ട്രീയമായിട്ടൊന്നും തന്നെ കാണേണ്ടതില്ല എന്നുള്ളതാണ് ടീച്ചർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനു മുമ്പും നിരവധി തവണ, അതായത് ചെറുപ്പകാലം മുതലേ സുരേഷ് ഗോപിയെ അറിയാം. അദ്ദേഹം അമ്മ എന്നും അച്ഛ എന്നുമാണ് നായനാരെയും ശാരദ ടീച്ചറെയും വിളിക്കാറ് എന്നതുൾപ്പെടെ ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്രയും സൗഹൃദം പുലർത്തിക്കൊണ്ട് വരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷം ഇ.കെ. നായനാരുടെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷമാണെന്ന് അദ്ദേഹം തിരിച്ച് പിന്നീട് മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യാൻ വേണ്ടി പോവുക. ശാരദ ടീച്ചർ എഴുതി ചേർത്ത ഓർമ്മകളിൽ എന്റെ പ്രിയ സഖാവ് എന്ന പുസ്തകം കൂടി, അത്രയും പ്രിയപ്പെട്ട പുസ്തകം കൂടിയും സുരേഷ് ഗോപിക്ക് കൈമാറുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ വെച്ച് സുരേഷ് ഗോപി നായനാരുടെ വീട്ടിൽ വെച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ടീച്ചർക്ക് മധുരം നൽകിയതിന് തുടർന്ന് തന്നെ ടീച്ചറും സുരേഷ് ഗോപിക്ക് മധുരം നൽകിക്കൊണ്ട് തന്റെ വിജയത്തിന്റെ ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം അത് നായനാരുടെ കുടുംബവുമായി പങ്കിടുന്ന ഒരു കാഴ്ച, അത് തന്നെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണേണ്ടത്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചൊരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ആരെയും മാറ്റി നിർത്തില്ല എന്ന് തന്നെയാണ്
തന്നെയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. അത് ആവർത്തിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം അത്രയും മനോഹരമായ നിമിഷങ്ങളാണ് നായനാരുടെ കണ്ണൂരിലെ വീട്ടിൽ, കല്യാശ്ശേരിയിലെ വീട്ടിൽ കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ടീച്ചറുടെ പക്കൽ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരണം തേടിയ സമയത്ത് ടീച്ചർ പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക്, അതായത് എന്റെ സഖാവ് ചെയ്ത പോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് ടീച്ചർ പറയുന്ന സാഹചര്യമുണ്ട്. കാരണം അതായത് ഏതെങ്കിലും ഒരു പക്ഷത്തിന് അതീതമായി സർവ്വസ്വീകാര്യനായ സുരേഷ് ഗോപി അത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇരട്ടിപ്പിക്കുന്നു. അതെ, തീർച്ചയായും അത്തരത്തിൽ വേണം നമുക്ക് നോക്കിക്കാണാൻ. കാരണം ഏതെങ്കിലും ഒരു പക്ഷത്തെയോ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ചേർത്ത് പിടിക്കുക മാത്രമല്ല, എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു നേതാവായിട്ട്, ഒരു ജനകീയ നേതാവായിട്ട് അദ്ദേഹം മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ശാരദ ടീച്ചറുടെ ഈ വാക്കുകൾ എന്ന് നമുക്ക് എണ്ണി അല്ലെങ്കിൽ എടുത്തെടുത്ത് പറയേണ്ട സാഹചര്യം തന്നെയാണ്. കാരണം അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടതും ശാരദ ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എന്നുള്ളതാണ്. കാരണം പലരും പലതരത്തിലുള്ള വിമർശനങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ മാറ്റി നിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് നായനാരുടെ ഭാര്യയുടെ, അതായത് ശാരദ ടീച്ചറുടെ പക്കൽ നിന്നുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് രാഷ്ട്രീയ കേരളത്തിന് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒക്കെ പലതവണ സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന തക്ക വണ്ണമുള്ള വാക്കുകളാണ് ടീച്ചറുടെ പക്കൽ നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ടീച്ചറുടെ എന്റെ പ്രിയപ്പെട്ട സഖാവ് എന്ന പുസ്തകം, ടീച്ചർ എഴുതിയ പുസ്തകം, അത് സുരേഷ് ഗോപിക്ക് കൈമാറുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ മധുരം നൽകിക്കൊണ്ട് തന്റെ വിജയത്തിന്റെ ഒരു സന്തോഷം അത് ടീച്ചറുമായി പങ്കിടുന്ന ഒരു കാഴ്ച, അത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് എപ്പോഴും നടക്കാറില്ലാത്ത ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. അതിന് അത്തരം ഒരു സംഭവത്തിന് രാഷ്ട്രീയ കേരളവും കേരളത്തിലെ ജനങ്ങളും സാക്ഷ്യം വഹിച്ചു എന്ന് പറയുമ്പോൾ അത് പുതിയൊരു മാറ്റം, കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയൊരു മാറ്റത്തിന്റെ സൂചനയായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. വലിയ മാറ്റം വരാൻ പോകുന്നു കേരളത്തിലെ, അല്ലെങ്കിൽ കേരളം കേന്ദ്രീകരിച്ച് വലിയ തരത്തിലുള്ള മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതിനൊക്കെ ഉള്ള ശുഭസൂചനകളാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കൃഷ്ണരാജ്, ഒരു മകനെ ചേർത്ത് പിടിക്കുന്നു അമ്മ. തിരക്ക് പിടിച്ച ഒരു സിനിമാ താരം അതിനപ്പുറം കേന്ദ്രമന്ത്രിയാകുന്നു, രാഷ്ട്രീയ തിരക്ക് ഉണ്ടാകുന്നു. അപ്പോഴും താൻ നടന്ന പഴയ വഴികളിലൂടെ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ അവരെ തന്നെ ആദ്യം ഓർമ്മിക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നു എന്നത് രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിനുള്ള സ്വീകാര്യത തെളിയിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ആ അമ്മ, അതായത് ശാരദ ടീച്ചർ പറയുന്ന വാക്കുകളുണ്ട്. എന്നെ അമ്മ എന്നാണ് സുരേഷ് ഗോപി വിളിക്കാറ്, നായനാരെ അച്ഛ എന്നും. അച്ഛനെ പോലൊരു വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്കുകൾ ശാരദ ടീച്ചർ നമ്മളോട്, ജനം ടിവിയോട് ഉൾപ്പെടെ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേരളത്തിന് മുമ്പിൽ കേൾപ്പിച്ചതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു അമ്മ എത്രത്തോളം വാത്സല്യത്തോടെ തന്റെ പുത്രനെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയെ ശാരദ ടീച്ചറും ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതിന്റെ സന്തോഷം തന്നെയാണ് ടീച്ചറും പങ്കുവച്ചിരിക്കുന്നത്. നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ടീച്ചർ എത്തുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ടീച്ചർ പ്രതികരിച്ചതൊക്കെ തന്നെ. കാരണം നമുക്കറിയാം, സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, ഈ കുടുംബത്തിന് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം അത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. കാരണം അത്രയും പ്രിയപ്പെട്ട സഖാവിനെ കുറിച്ചുള്ള, തന്റെ പതിയെ കുറിച്ചുള്ള പുസ്തകം, താൻ എഴുതിയ, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പുസ്തകം സുരേഷ് ഗോപിക്ക് കൈമാറിക്കൊണ്ട് മധുരം നൽകിക്കൊണ്ട് ആ വിജയത്തിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്. അത് ഇവിടെ നടന്നിരിക്കുന്നു. ഒരു അമ്മ എങ്ങനെയാണോ സ്വന്തം കുട്ടിയെ അല്ലെങ്കിൽ പുത്രനെ ചേർത്ത് പിടിക്കുന്നത്, അതിനേക്കാൾ ഉപരി ആയിട്ട് ഈ അമ്മ ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച അത് നമ്മൾ കണ്ണൂർ കല്യാശ്ശേരിയിൽ നായനാരുടെ വീട്ടിലേക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായി മലയാളികളാകെ കണ്ട
ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരണം. കാരണം വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നിട്ടുണ്ട്, ഉയർന്ന സാഹചര്യമുണ്ട്, എല്ലാം തന്നെ നിലനിൽക്കുകയാണ്. അതിനെല്ലാം തന്നെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, അത് നായനാരുടെ വീട്ടിൽ തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിട്ട് നമുക്ക് കാണേണ്ടി വരും. കൃഷ്ണമോഹൻ, സോണൽ, ഈ സമയത്ത് ഓർമ്മ വരുന്ന സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗുണ്ട്. അതായത്, നിങ്ങളെനിക്ക് കണ്ണൂർ തരൂ, അല്ലെങ്കിൽ ഗോവിന്ദ തൃശ്ശൂർ തരൂ എന്ന് ആദ്യം പറയുന്നു, പിന്നീട് അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ തരൂ എന്ന് പറയുന്നു. ഇതിപ്പോൾ കാണുമ്പോൾ, ഇന്ന് കിട്ടുന്ന സ്വീകാര്യതയൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുന്നു, തൃശ്ശൂരിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നുവോ സുരേഷ് ഗോപി? കൃഷ്ണരാജ്, പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്, കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കിലും അതിന്റെ സ്വത്വം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് നമുക്ക് പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. കാരണം കണ്ണൂർ അദ്ദേഹം പലതവണ, കണ്ണൂരും കോഴിക്കോടും ആകട്ടെ, കണ്ണൂരിനോടൊരു ആത്മബന്ധം എപ്പോഴും പുലർത്തി പോരുന്ന ഒരു വ്യക്തിയാണ് അത് സുരേഷ് ഗോപി. അത് ആത്മീയമായ രീതിയിലായിക്കോട്ടെ, വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ കണ്ണൂരിനോട് അദ്ദേഹം ഒരു ആത്മബന്ധം പുലർത്തി വരുന്നുണ്ട്. അതിലൊന്നാണ് നായനാരും ശാരദ ടീച്ചറും എല്ലാം തന്നെ. നമുക്കറിയാം, അദ്ദേഹം പലവട്ടം പറഞ്ഞ സാഹചര്യമുണ്ട്. അത്തരത്തിൽ കണ്ണൂർ എനിക്ക് തരൂ എന്ന് പറയുന്നതിന് പിന്നിലും കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം സ്വീകാര്യനായി മാറിയിരിക്കുന്നു, ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കത്തക്കമുള്ള ഒരു നേതാവ് അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഒരു ആവേശം, അത് ജനങ്ങൾക്കിടയിൽ കാണുന്ന കാഴ്ച നമ്മൾ ഇന്നലെ മുതൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കേരളത്തിലേക്ക് എത്തുന്ന ആ നിമിഷം, ആ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ, അവർ മുഴക്കിയ ആവേശോജ്വലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, കരഞ്ഞുകൊണ്ട്, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് സുരേഷ് ഏട്ട എന്ന് വിളിക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന് എത്രത്തോളം ജനങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ആ ഒരു സത്വം, അത് മനസ്സിലാക്കാൻ പലരും ഇന്ന് മടിക്കുന്നു എന്നുള്ളതും മറ്റൊരു വശമാണ്. എന്നിരുന്നാലും കേരളത്തിലെ മലയാളികൾ അല്ലെങ്കിൽ മലയാള സമൂഹം ഒന്നാകെ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് തൃശ്ശൂരിലെ വൻ ഭൂരിപക്ഷത്തിലുള്ള അദ്ദേഹത്തിന്റെ ജയം. എന്തായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വിജയത്തിൽ ആഘോഷമുണ്ട്. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് വന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പലരും പല പോസ്റ്റുകളായിട്ടും മറ്റു വീഡിയോകളായിട്ടും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ ഉപരി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി ഇപ്പോൾ ശാരദ ടീച്ചറെ പോലുള്ള ഒരുപാട് അമ്മമാർ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വൈറലായ ഒരു വീഡിയോ ഉൾപ്പെടെ ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ്. കാരണം ഒരു അമ്മ വന്ന് അദ്ദേഹത്തെ കയ്യിൽ പിടിച്ച് പറയാണ്, മോൻ ജയിക്കും, മോൻ ജയിച്ചു തന്നെ വരും, മോൻ ജയിച്ച് ഞങ്ങളൊക്കെ നല്ലപോലെ അല്ലെങ്കിൽ ഭദ്രമായി നോക്കണേ എന്ന് പറയുന്ന ഒരു അമ്മയുടെ ആ ഒരു സ്നേഹം, അത് തീർച്ചയായിട്ടും അതേ സ്നേഹം തന്നെയാണ് ഇന്ന് ശാരദ ടീച്ചറുടെ കൈകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.